ഞാനൊരു കോൺഗ്രസ്സുകാരനൊന്നുമല്ല കേട്ടോ. പക്ഷേ രാഷ്ട്രീയം നന്നായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കാണുമ്പം വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, തല്ല് മൊത്തം ചെണ്ടയ്ക്കും കൂലി മാരാർക്കും എന്ന് പറഞ്ഞ പോലെ. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇത്രയും മികച്ച വിജയം നേടുന്നതിന് കാരണമായിട്ട് മാറിയത് വി.ഡി. സതീശൻ എന്നൊരു ഫാക്ടർ ഇവിടെ ഉണ്ട്. എന്തൊക്കെ മാറ്റി നിർത്താൻ ശ്രമിച്ചു, ടീം UDF ആണെന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹം വികസനത്തെക്കുറിച്ച് സംസാരിച്ച ചില കാഴ്ചപ്പാടുകൾ, നാളത്തെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു കേരളത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കുറച്ച് ചിന്തകളുണ്ട്, ചിന്താധാരകളുണ്ട്. അതൊക്കെയാണ് ഒരു പാർട്ടിയിലും വിശ്വസിക്കാത്ത, പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രത്യേക പാർട്ടിയൊന്നും ഫോളോ ചെയ്യാത്ത എന്നെപ്പോലുള്ള ധാരാളം ചെറുപ്പക്കാർക്ക് അത് വോട്ട് ബാങ്കായിട്ട് ഇപ്രാവശ്യം മാറാനായിട്ട് കാരണമായി തീർന്നത്. അപ്പം അങ്ങനെയുള്ള ഊർജ്ജസ്വലനായിട്ടുള്ള, കേരളത്തെപ്പറ്റി നല്ല കാഴ്ചപ്പാടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് സാധാരണ ജനങ്ങളെന്നുള്ള രീതിയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പാർട്ടി ഗ്രൂപ്പുകളെല്ലാം മാറ്റിവെക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു കോൺഗ്രസ്സുകാരനോ CPM-കാരനോ BJP-കാരനോ ഒരു പാർട്ടിയിലും അംഗമല്ല. പക്ഷേ കേരളം രക്ഷപ്പെടണം, കേരളത്തിൻ്റെ സ്ഥിതി മാറണം, നമ്മുടെ നാടും പുരോഗമിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ്, രാഷ്ട്രീയത്തെ നന്നായി വീക്ഷിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ തന്നെ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണമെന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. പക്ഷേ ഇപ്പം നടക്കുന്ന സംഭവങ്ങളെല്ലാം കാണുമ്പം സാധാരണ ജനം എന്നുള്ള രീതിയിൽ നല്ല വിഷമമുണ്ട്. ഇതെന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റൊരു വ്യക്തി മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ കോൺഗ്രസ്സിന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില ഗ്രൂപ്പ് പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാരവെപ്പും എല്ലാം ഉണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ടങ്ങും നടന്നു പോകും. മാത്രമല്ല, ഗ്രൂപ്പ് തർക്കങ്ങളും ഇതെല്ലാം പോകുമ്പോൾ കേരളത്തിൽ ഭരണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് കൃത്യമായ രീതിയിൽ നടക്കാതെ പോകും. ഒന്നാമത് ഖജനാവ് കാലിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, സാമ്പത്തികമായി വളരെ താഴ്ന്നു പോകുന്ന ഒരു സമയത്താണ് കേരളത്തിൽ ഈ ഭരണം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാരവെപ്പും അടികളും എല്ലാം കൂടെ കൂടിയിട്ട് അവസാനം സാധാരണ ജനത്തിൻ്റെ അവസ്ഥ ഇതിലും ദുഷ്കരമായിട്ട് പോവുള്ളൂ. പക്ഷേ കാഴ്ചപ്പാടുള്ള ആളുകൾ നേതൃസ്ഥാനത്തേക്ക് വരുമ്പം, പ്രത്യേകിച്ച് മതേതരത്തിൻ്റെ കാര്യത്തിലൊക്കെ യാതൊരു മതനേതാക്കളുടെയും തിണ്ണനിരങ്ങാത്ത നല്ല നേതാക്കളൊക്കെ വരികയാണെങ്കിൽ, അതുപോലെ തന്നെ വി.ഡി. സതീശനെ പോലെ നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തികൾ, പുള്ളീൻ്റെ നമുക്കറിയാം, ഞാനൊക്കെ ടെക്നിക്കൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ QModify ടെക്നോളജീസ് എന്ന ഒരു IT സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അത്രയും ടെക്നിക്കലായിട്ട് ചിന്തിക്കുന്ന ലെവലുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വി.ഡി. സതീശൻ എന്ന വ്യക്തിയുടെ ദീർഘനിശ്ചയം എത്രത്തോളം വലുതാണെന്നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ വേർഡ് ടു വേർഡ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അത് വളരെ പവർഫുള്ളായിട്ടുള്ള വേർഡുകളാണ്. നാളത്തെ കേരളത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് നമുക്ക് മാറ്റി നിർത്താം. ഇന്ന് ഈ രാഷ്ട്രീയം പറയുന്നവരെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഗ്രൂപ്പ് പറയുന്നവരെല്ലാം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നാളെ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കൊച്ചുമക്കൾക്കൊക്കെ ജീവിക്കേണ്ട കേരളമാണിത്. അവിടെ ദീർഘദൃഷ്ടിയുള്ള നേതാക്കൾ കടന്നു വരണം. അവർ ഈ കേരളത്തെ മാറ്റണം. ഇവിടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ വേണം, സംരംഭങ്ങൾ ആരംഭിക്കണം, ഒട്ടനവധി ഓൺട്രപ്രണേഴ്സ് ഇവിടുന്ന് വരണം. കേരളം രാജ്യത്തിലെ പുരോഗമനത്തിൻ്റെ വലിയ സംസ്ഥാനമായിട്ട് മാറണം. അതിന് നമ്മുടെ തൽക്കാലത്തെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, നമ്മുടെ ഗ്രൂപ്പിസെല്ലാം ഒഴിവാക്കിയിട്ട് നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മക്കളുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കളെ എല്ലാം സപ്പോർട്ട് ചെയ്യുക. ഈവൻ മന്ത്രിസഭയാണെങ്കിൽ പോലും ഈ പുരാതനമായിട്ട് നിൽക്കുന്ന കടൽക്കിഴവന്മാരെല്ലാം മാറ്റിയിട്ട് അനുഭവ സമ്പത്തുള്ള ആളുകളെ വെച്ച്, അല്ലെങ്കിൽ ഓരോ മേഖലകളിലും എക്സൽ ആവാൻ പറ്റുന്ന ആളുകൾ വേണം മന്ത്രിസഭയിലേക്ക് പോലും എടുക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ചെറുപ്പക്കാരെ വേണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ രാഷ്ട്രീയം എന്നതിലപ്പുറമായിട്ട് കഴിവ് കൂടെ പരിഗണിക്കണം. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുകയുള്ളൂ. ഈ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ നല്ല നാളേക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മക്കളുടെ നല്ല നാളേക്ക് വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കണം. അതുകൊണ്ട് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ ഈ കിട്ടിയ വിജയമൊന്നും ഒരിക്കലും കോൺഗ്രസ്സിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. കോൺഗ്രസിൻ്റെ അടിവേരറക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ടത് മാറും. അതുകൊണ്ട് വി സപ്പോർട്ട് ഫോർ വി.ഡി. സതീശൻ.